നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 384th day. Today 74th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 384 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 74ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 74ാമത്തെ ശ്ലോകം. സ്നിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപ, അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ഷാദം അപാത്രകം. സന്നിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപ, അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ഷാദം അപാത്രകം. ഗോകർണനോട് വിഷ്ണുദൂതന്മാർ പറയുന്ന മറുപടിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുദൂതന്മാർ വീണ്ടും പറയുകയാണ്, മന്ത്രത്തിൽ സംശയം ജനിച്ചാൽ പിന്നെ ആ മന്ത്രം ഫലിക്കുകയില്ല. അതേമാതിരി മനസ്സ് ഏകാഗ്രമാക്കാതെ ജപിച്ചാൽ ആ ജപത്തിന് ഫലമില്ല. അതേമാതിരി വിഷ്ണു ഭക്തനില്ലാത്ത ദേശം ഒരിക്കലും നന്മയെ പ്രാപിക്കുകയില്ല. ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതുമാതിരിയുള്ള യഥാർത്ഥമായിട്ടുള്ള ബ്രാഹ്മണൻ അല്ല ഭക്ഷണം നൽകിയതെന്ന് വരികിൽ ആ ശ്രാദ്ധം കൂടി പിതൃതൃപ്തികരമായി ഭവിക്കുകയില്ല. വളരെ വ്യക്തമായി പറയുകയാണ്, നാം ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും സംശയമില്ലാതെയും ചെയ്യണം. സംശയത്തോടുകൂടി എന്ത് മന്ത്രം ജപിച്ചാലും എത്ര പ്രാവശ്യം ഉരുവിട്ടാലും ആ മന്ത്രത്തിന് ഫലമുണ്ടാകുകയില്ല. അശേഷം സംശയമില്ലാതെ ഒരു മന്ത്രം ജപിച്ചാൽ മാത്രമേ ആ മന്ത്രത്തിന് ഫലമുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ചിത്തം ഏകാഗ്രമാക്കാതെ വ്യഗ്രചിത്തം, ചിത്തത്തിലെ പലതരം ചിന്തകളോടും കൂടിയിട്ട് ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാകാതെ ആ ഭഗവാനിൽ തന്നെ ഉറപ്പിക്കാതെ പലതരം ചിന്തകളോടുകൂടി ജപിച്ചാൽ ആ ജപത്തിന് ഒരു ഫലവുമില്ല. വിഷ്ണു ഭക്തന്മാരില്ലാത്ത നാടിന് ഒരിക്കലും ഉയർച്ചയുണ്ടാവുകയില്ല. പിന്നെ ശ്രദ്ധയായിട്ടുള്ള ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലെയുള്ള തന്ത്രങ്ങൾ, യഥാർത്ഥമായിട്ടുള്ള ബ്രാഹ്മണനല്ലാത്ത ശ്രാദ്ധകർമ്മം, ആ ബ്രാഹ്മണന് നൽകുന്ന ഭക്ഷണം, ആ ശ്രാദ്ധം പിതൃക്കൾക്ക് പൂജ്യമായിട്ട് പിതൃകൾക്ക് തൃപ്തി വരുത്തുകയില്ല. പിതൃകർമ്മങ്ങൾക്ക് നാം ചെയ്യുന്ന യഥാർത്ഥ ബ്രാഹ്മണൻ, അതായത് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞ പ്രകാരമുള്ള ബ്രാഹ്മണനല്ലെങ്കിൽ ആ പിതൃക്കൾക്ക് പ്രീതിയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു തരികയാണ് വിഷ്ണുദൂതന്മാർ ഈ ഗോകർണന്. ഈ ഗോകർണൻ വിഷ്ണുദൂത സംവാദം സനകാദികൾ നാരദാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നാരദാദി മഹത്തുക്കൾക്ക് ആ സംവാദം ശൗനകാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സംവാദത്തിൻ്റെ ഉള്ളിൽ സംവാദം, അതിൻ്റെ ഉള്ളിൽ സംവാദം. അങ്ങനെയാണ് ഈ ഭാഗവതത്തിൻ്റെ പോക്ക് തന്നെ. അങ്ങനെയാണ് ഭാഗവതം മുഴുവൻ സംവാദങ്ങളും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതും അതിന് ചോദ്യം നൽകുന്നതും ഒക്കെയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത്. സന്നിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപ, അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ശ്രാദ്ധം അപാത്രകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.